friends, welcome back to Treasure Crafts. ഞാൻ ലിയ. ഇന്ന് നമ്മൾ സ്റ്റാമ്പ്സ് ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടെക്നിക്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടെക്നിക്ക് വെച്ചിട്ട് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കിയതായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ കാണും. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റാമ്പ് നമ്മൾ ഫോം ഷീറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് ഇമേജസ് പ്രിൻ്റ് ഔട്ട് എടുത്തു. നമുക്ക് ഏത് ഇമേജിൻ്റെ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം. കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യണതിനും നല്ലതായിട്ട് എനിക്ക് ഈ പെൻസിൽ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് തോന്നിയത്. ഇത് മുന്നോട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ഞാൻ 2 ഫോം ഷീറ്റ് ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചു. അതിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ആ നടുക്കുള്ള സെക്ഷന് അവിടെ അത് നമ്മൾ ഇങ്കിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അത് ഒരു തെളിയാത്ത ഒരു പെന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ നടുക്കൊന്നിങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു സ്പേസ് ഇടയിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കപ്പ് കേക്കിൻ്റെ ഈ ഡിസൈന് അത് കട്ട് ചെയ്തെടുക്കുന്നു. ഇതിലും ആ ലൈൻസ് വരാൻ നമ്മുടെ ഇമേജിൽ ലൈൻസ് വരാൻ വേണ്ടി ആ തെളിയാത്ത പെൻ വെച്ചിട്ട് ഒന്ന് ഹാർഡായിട്ട് അവിടെ ഒന്ന് കുഴിവ് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുന്നു. കുറച്ചുകൂടി തിക്നെസ് ഉള്ള ഫോം ഷീറ്റ് മേടിക്കാൻ കിട്ടും. അതാണെങ്കിൽ ഇങ്ങനെ 2 എണ്ണം കൂട്ടി ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇച്ചിരി തിന്നായിട്ടുള്ള ഫോം ഷീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 2 എണ്ണം ഒട്ടിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഇമേജസ് നമ്മൾ ഈ പ്ലേഡോൻ്റെ കൂടെ കിട്ടുന്ന ഈ കോലിൽ ഒട്ടിക്കുകയാണ്. ചെറിയ ഇമേജസ് അതിൽ പാകാവുന്ന രീതിയിൽ ഏതെങ്കിലും സ്ട്രോങ് ഗ്ലൂ വെച്ച് ഇങ്ങനെ ഒട്ടിക്കുന്നു. ഇതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രിങ്കിൾസിൻ്റെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് സിലിണ്ട്രിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. റാപ്പിംഗ് പേപ്പേഴ്സ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ഇമേജസ്. ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് ഞാൻ വേറൊരു സ്റ്റെൻസിലിന് മുന്നോട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാമ്പിൻ്റെ ഡിസൈൻ വെച്ചിട്ടാണ് ആ നടുക്ക് ചെയ്തേക്കണേ. അത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ഗോഡ്സ് ലവ് എന്ന് എഴുതിയേക്കണേ. അത് ഞാൻ നമ്മൾ പെൻസിൽ റബ്ബറൊക്കെ യൂസ് ചെയ്യുന്ന റബ്ബർ വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഫോം ഷീറ്റ് യൂസ് ചെയ്ത് ഇതുപോലെ ഫ്രെയിമിൻ്റെ പോലത്തെ സ്റ്റാമ്പ്സും ഉണ്ടാക്കാം. നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ പോയി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടി നമുക്ക് ഡിസൈൻസ് ഓൺലൈനിൽ നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. അതുപോലെയൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാലും നല്ല ഒരു ഭംഗിയുള്ള ഫ്രെയിംസൊക്കെ ഉണ്ടാക്കാം സ്റ്റാമ്പ്സ്. ഈ സ്റ്റാമ്പ് നമ്മൾ റബ്ബർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആൽഫബറ്റ്സിൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആൽഫബറ്റ് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ മിറർ ഇമേജായിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ സ്ട്രെയിറ്റ് വെക്കാതെ, അപ്പോൾ അത് നമ്മൾ സ്റ്റാമ്പ് ആക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. റബ്ബർ കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എക്സാക്റ്റോ നൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യൂട്ടിക്കിൾ റിമൂവറും യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ ക്രാഫ്റ്റ് നൈഫ് അല്ലെങ്കിൽ ബ്ലേഡ് വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. റബ്ബറിലോട്ട് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്തെ ഫോം ഷീറ്റിൽ ചെയ്ത പോലെ തന്നെ ആ പെൻസിൽ യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ ആൽഫബറ്റ്സ് മാത്രമല്ല, എന്തെങ്കിലും ഒരു ചെറിയ ഇമേജസ്, പിന്നെ ഇങ്ങനെ റബ്ബറിൻ്റെ കുറച്ചുകൂടി നല്ല വലിപ്പമുള്ള ബ്ലോക്സ് ഒക്കെ മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ നമ്മൾ സാധാരണ സ്റ്റേഷനറി റബ്ബർ വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. റബ്ബറിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ ഇമേജിൻ്റെ സൈസിൽ ഇങ്ങനെ കാർവ് ചെയ്ത് അത് ഔട്ട്ലൈൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ സൈഡുകൾ കട്ട് ചെയ്യുന്ന രീതിയിലാണ്. മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വേറൊരു രീതിയിൽ അത് കാണാൻ പറ്റും അതെങ്ങനെ കാർവിങ് ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഇത് ഓരോ ലെറ്റേഴ്സ് ഇതുപോലെ ഉണ്ടാക്കി എല്ലാ ആൽഫബറ്റ്സും ഇനി ഉണ്ടാക്കണം. ഇത് നമ്മൾ പൊട്ടറ്റോ വെച്ചാണ്. ഇത് നമ്മുടെ ഒരു സർപ്രൈസ് സ്റ്റാമ്പാണ്. അപ്പോൾ പൊട്ടറ്റോയുടെ സൈസ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇമേജിൻ്റെ സൈസ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ വെള്ളം ഒന്ന് വലിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ പെൻസിൽ വെച്ച് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യണ സ്റ്റൈലിൽ ആ ഇമേജ് നമ്മൾ ഫുള്ളായിട്ട് പെൻസിൽ വെച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ സർഫസിലോട്ട് വെച്ചിട്ട് തലതിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ ഒരു പെൻസിൽ വെച്ച് തന്നെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ പെൻസിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുപോലെ ഇമേജ് വന്നു. എന്നിട്ട് നമ്മളത് ഔട്ട്ലൈൻ ചെയ്തിട്ട്, അപ്പോൾ ആ റബ്ബർ കാർവിങ്ങിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഈ പൊട്ടറ്റോ നമ്മൾ കാർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ ഇതായതുകൊണ്ട് നമുക്ക് കാണാനും കുറച്ചുകൂടി എളുപ്പമുണ്ട്. ആദ്യമേ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്തു നൈഫ് വെച്ചിട്ട്. ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് വരുന്നത്.
അതിന് ശേഷം മുഴുവൻ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ സൈഡ്സ് മാറ്റാൻ നോക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. കമൻറ്റും ചെയ്യണം. പൊട്ടറ്റോ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ഡേ അല്ല, അതൊരു 2-3 ഡേയ്സിൻ്റെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ആ പൊട്ടറ്റോ വെച്ച് ഞാൻ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലത്തെ ഡ്രാഗൺ ഫ്ലൈ ഉണ്ടാക്കിയപ്പോൾ ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയത് ഞാൻ അത്രേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ സെക്കൻഡ് ഡേ അത് ഒന്ന് വെറുതെ അത് വെച്ചൊന്ന് ഇമേജ് സ്റ്റാമ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. അപ്പം 4 ഡേയ്സ് വരെ വലിയ കുഴപ്പമില്ലാതെ അത് ചെയ്യാൻ പറ്റി. അത് മുന്നോട്ട് കാണിക്കുന്നുണ്ട്, ആ ഡ്രാഗൺ ഫ്ലൈയുടെ ഇത് ചെയ്യുന്നതും അതിൻ്റെ സ്റ്റാമ്പ് ചെയ്യുന്നതൊക്കെ. ഫാബ്രിക്കിൽ ചെയ്യാനുള്ള എന്തെങ്കിലും ചെറിയ പ്രോജക്ട്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പൊട്ടറ്റോ ഇത് നല്ലതാണ്. പിന്നെ പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്, ഒട്ടും എഫേർട്ടില്ല. റബ്ബർ കട്ട് ചെയ്യുന്ന അത്രയും ഡിഫിക്കൽട്ടി ഇല്ല. റബ്ബറും കുറച്ച് പ്രാക്ടീസ് കൊണ്ട് നല്ല ഈസിലി പറ്റുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ എല്ലാവരും കിച്ചണിൽ പോയി പൊട്ടറ്റോ ഒക്കെ എടുത്ത് കാർവ് ചെയ്യാൻ തുടങ്ങുമായിരിക്കും അല്ലേ. ഈ എല്ലാ സ്റ്റാമ്പ്സും നമുക്ക് നമ്മുടെ സ്റ്റാമ്പ് പാഡ് വെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റാമ്പ് പാഡ് പല കളേഴ്സിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ സ്കെച്ച് പെൻ വെച്ചിട്ട് കൂടി ചെയ്യാമെന്നുള്ളത് ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഞാനെല്ലാം എൻ്റെ സ്റ്റാമ്പ് പാഡ്സ് എല്ലാം ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഞാനെല്ലാം സ്കെച്ച് പെൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ബ്രഷ് പെൻ മേടിക്കാൻ കിട്ടില്ലേ, അതും ബ്രഷ് പെന്നാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. ബ്രഷ് പെന്നിന് എൻ്റെ കയ്യിൽ ആകെ 2 കളേഴ്സേ ഉള്ളായിരുന്നു, പക്ഷേ കൂടുതൽ കളേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഡ്രാഗൺ ഫ്ലൈ ഇങ്ങനെ അതിൻ്റെ ഇമേജ് അതുപോലെ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ വിങ്സൊക്കെ അത് ആ ചെറിയ ചെറിയ ലൈൻസൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ല പാറ്റേൺ. പൊട്ടറ്റോയിൽ ഇമേജ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ടാണ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തത്. ഇത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു തെർമോക്കോൾ ഇതിൽ ഫാബ്രിക് പെയിൻറ്റ്, അക്രിലിക് പെയിൻ്റാണിത് തുണിയിലും ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ഡേ അങ്ങനെ. പിന്നെ സെക്കൻഡ് ഡേ അത് കട്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഡേ അത് കുറച്ചും കൂടി ഒന്ന് ഷ്രിങ്ക് ആയിട്ട് കുറച്ചും കൂടി നല്ല ലേസർ കട്ടിൻ്റെ എഫക്റ്റ് വന്നു. സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഉണങ്ങി, എന്നാലും അത് യൂസ് ആവുന്നുണ്ടെന്നുള്ളതാണ് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഓരോ ദിവസവും ആ ഇമേജിന് ചെറിയ ചെറിയ ഡിഫറൻസസ് വരും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട്സും ഫീഡ്ബാക്സും ഒക്കെ എന്നെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.